അസ്സലാമു അലൈക്കും. റമദാൻ അവസാനിക്കാൻ പോവാണ്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സുവർണ്ണ അവസരങ്ങളൊക്കെ എനിക്ക് കിട്ടണമെങ്കിൽ അടുത്ത റമദാനാവണം ഇൻഷാ അല്ലാ. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ റമദാനിൽ നമ്മൾ മിസ്സാക്കരുതാത്ത 3 പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട്. 3 പ്രധാനപ്പെട്ട സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന 3 സമയങ്ങളാണ്. ആ ഒരു 3 സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഉള്ള സമയം. നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആ ഒരു സമയത്ത് നമ്മളെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും എടുത്തു വെക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലൊക്കെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് സമയങ്ങൾ പോയി മിനിമം ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മളെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ടേബിൾ മേലൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്ന് മാക്സിമം ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയം വരെ നമ്മൾ പ്രാർത്ഥനകളിൽ മുഴുകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ നോമ്പുകാരൻ്റെ പ്രാർത്ഥന, ആ ഒരു നോമ്പ് തുറക്കുന്നതിന് മുന്നേയുള്ള ആ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണെന്ന്, അത് അല്ലാഹ് തള്ളൂല എന്നാണ്, ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം മനസ്സിൽ നോട്ട് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ ആ സമയത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അടുത്തൊരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സമയം തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ഞാൻ തോന്നി പറയുകയാണ്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. നമുക്കറിയാം നമ്മൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ എണീക്കുന്ന സമയമല്ലേ, ആ ഒരു സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മൾ മാക്സിമം അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും താഴത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന, എന്നിട്ട് ചോദിക്കും, എൻ്റെ അടിമകൾ അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കാൻ ആരുണ്ട്, അവൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്നോട് പാപമോചനം തേടാൻ ആരുണ്ട്, ഞാൻ പാപമോചനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എല്ലാ ദിവസവും ഇട്ട് നല്ല കാര്യമല്ല പറയണേ, എല്ലാ നോർമൽ ഡേയ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡെയിലി വന്നിട്ട് ഏറ്റവും താഴെയുള്ള ആകാശം എന്ന് പറയുമ്പോൾ നമ്മളോട് കൂടുതൽ അള്ളാഹ് അടുത്തേക്ക് എത്തുകയാണെന്നാണ്. അത്രയും അള്ളാൻ്റെ ആ ഒരു വിളി കിട്ടുന്ന ആൾക്കാർക്ക് ഒരു സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ, തഹജ്ജുദ് കിട്ടുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ പ്രത്യേക ഇൻവിറ്റേഷൻ കിട്ടുന്ന ആൾക്കാർക്ക് അത് പറ്റില്ല. എല്ലാവർക്കും ആ ഒരു സമയത്ത് എഴുന്നേൽക്കാൻ പറ്റില്ല. നമ്മൾ എതാ എണീക്കാൻ പറ്റിയാലും അത് അള്ളാഹ് എന്നെ എണീപ്പിച്ചതാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിൽ നമ്മൾ എണീക്കണം എന്നുള്ളൊരു പോലെയാണ്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥനകൾ, നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളിലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയും നമ്മൾക്ക് പരിഹാരം തരികയും ഉത്തരം നൽകുകയും പാപമോചനം നൽകുകയൊക്കെ ചെയ്യണ ബെസ്റ്റായിട്ടുള്ളൊരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അപ്പം മാക്സിമം ആ ഒരു സമയത്തിന് ഉപയോഗപ്പെടുത്താം. മൂന്നാമത്തെ അവസാനത്തെ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയുള്ള, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളിയാഴ്ചൻ്റെ പ്രത്യേകതകളിൽ പറഞ്ഞ ആ ഒരു സമയത്തിൽ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്, അതായത് ചുരുങ്ങിയൊരു മണിക്കൂറാണ് കേട്ടോ അത്. ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ഏതൊരു മുസ്ലിം എന്ത് കാര്യത്തിനെക്കുറിച്ച് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാണ്, എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലും ആ ഒരു പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുകയും അത് നൽകുകയും ചെയ്യുന്നുള്ളതാണ്. അത്രയ്ക്കും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ടൈമാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അതിൽ റസൂൽ പറയുന്നത് വെച്ചാൽ അത് അസറിന് ശേഷമുള്ള എന്നാലും മഗ്‌രിബ് വരെയുള്ള ഒരു ചുരുങ്ങിയൊരു മണിക്കൂറാണ്, ചെറിയൊരു ദൈർഘ്യത്തിലുള്ള ഒരു മണിക്കൂറാണ്. അപ്പോൾ അസറിന് ശേഷമുള്ള ആ ഒരു മണിക്കൂറുകളിൽ, മഗ്‌രിബ് വരെയുള്ള ആ ഒരു മണിക്കൂറുകളിൽ മാക്സിമം നമ്മളെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നു, എന്ത് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് അള്ളാഹിനോട്, എന്താണ് നമ്മൾ പടച്ചവനോട് ആവശ്യപ്പെടാനുള്ളത്, അതൊക്കെ മാക്സിമം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് നമ്മളുടെ പ്രാർത്ഥന തള്ളപ്പെടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥന തീർച്ചയായിട്ടും സ്വീകരിക്കുകയും നമുക്ക് അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 3 സമയങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ റമദാനിലും അതിന് ശേഷവും ഒക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.